ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ ഇന്നുള്ളത് അഭിനന്ദാണ്. സോ അഭിനന്ദിനെ കുറിച്ച് പറയുമ്പോൾ അഭിനന്ദ് മൈക്കയില് MBA ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. സോ അഭിനന്ദ് ഈ ഒരു സെഷന് തയ്യാറായപ്പോൾ തന്നെ ഞാൻ അഭിനന്ദിന്റെ അടുത്ത് പറഞ്ഞത് അഭിനന്ദ് കുറച്ചധികം ചിലപ്പോൾ മൈക്കയെ കുറിച്ച് തന്നെ റിസർച്ച്, ഇപ്പൊ അഭിനന്ദിനെ അറിയാത്ത, അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അറിയാത്ത കുറെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യേണ്ടി വരും. കാരണം സ്റ്റുഡൻസ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മൈക്കയെ കുറിച്ച്, എസ്പെഷ്യലി ബിക്കോസ് മൈക്കാറ്റ് 1 കഴിഞ്ഞു, അതിന്റെ റിസൾട്ട്സ് വന്നു. ഇനി മൈക്കാറ്റ് 2 ഫെബ്രുവരിയിൽ ഒന്നുകൂടെ വരുന്നുണ്ട്. സോ ഇപ്പോഴത്തെ ഒരു കാറ്റിന്റെ റിസൾട്ടും കൂടെ വന്ന ഒരു പശ്ചാത്തലത്തിൽ പല ആൾക്കാർക്കും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നോക്കുമ്പോൾ മൈക്ക ഒരു ഓപ്ഷൻ ആയിട്ട് അവർ കാണുന്നുണ്ട്. സോ ദേ വാണ്ടഡ് ടു നോ മോർ അബൌട്ട് എന്താണ് ഈ മൈക്ക, അല്ലെങ്കിൽ എന്താണ് മൈക്ക സ്പെഷ്യൽ ആക്കുന്നത് എന്നുള്ളത്. കാരണം പൊതുവെ പല ലിസ്റ്റിലും മൈക്കെ കാണില്ല, പക്ഷെ പല ലിസ്റ്റിലും ഏറ്റവും ടോപ്പിൽ മൈക്കെ കാണും. അപ്പൊ ആ ഒരു രീതിയിൽ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഭിനന്ദ്, പ്ലീസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങുക. അതായത് എങ്ങനെ മൈക്കയിലോട്ട് എത്തി, അല്ലെങ്കിൽ എന്തുകൊണ്ട് മൈക്ക എന്ന് പറയുന്ന ഒരു കോളേജ് ഓഫ് ഓൾ ദി കോളേജസ്, ഞാൻ സ്ഥിരം ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ എന്റെ പേര് അഭിനന്ദ് പി നായർ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. സോ വൈ മൈക്ക? കാര്യം ഞാൻ MBA ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ BBA LLB ആയിരുന്നു എൻ്റെ പ്രീവിയസ് കോഴ്സ്. അപ്പം ലൈക്ക് എൻ്റെ ഇൻക്ലിനേഷൻ എപ്പോഴും മാർക്കറ്റിംഗ് ഫോക്കസ്ഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗിലോട്ട് നോക്കുമ്പോൾ മാർക്കറ്റിംഗ് നീഷ് കോളേജാണ് മൈക്ക. അപ്പോൾ അതിലും സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിംഗ് ആണ് അവരുടെ. അപ്പം എന്തുകൊണ്ടും വേറെ whatever I wanted to do in an MBA happened in മൈക്ക. ബി ദ കോളേജ് ലൈഫ്, അവിടെ പ്രൊഫസേഴ്സ്, കോഴ്സസ്, അവിടെ കുറെ സ്പെഷ്യൽ കോഴ്സസ് ഉണ്ട്. പിന്നെ ഈ മാർക്കറ്റിംഗിലുള്ള ഇപ്പം മാർക്കറ്റിംഗ് FMCG ആയാലും ഏത് മീഡിയ കമ്പനീസ് ആയാലും ലീഡിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയാലും എന്ത് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്ന ആരായാലും ദർ വിൽ ബി മൈക്കൻ ഇൻ ദാറ്റ്. അതുകൊണ്ട് തന്നെ ലൈക്ക് മൈക്ക വാസ് മൈ ഫസ്റ്റ് ചോയ്സ്. മൈക്കാറ്റ് എഴുതി കിട്ടി. സന്തോഷം. മൈക്കായിരുന്നു അഭിനന്ദിന്റെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് മൈക്ക തന്നെയായിരുന്നു. അതായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറണം. എങ്ങനെയാണ് മൈക്കയെ കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത്, അതൊന്ന് പറയാമോ? കാരണം കുറെ ആൾക്കാർക്ക് ഒരു അവയർനെസിന്റെ ഇതും ഉണ്ടാവില്ല, എവിടെ നിന്ന് മൈക്കയെ കുറിച്ച് അറിഞ്ഞു എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതായാലും മാർക്കറ്റിംഗ് ഫോക്കസ്ഡ് തന്നെയായിരുന്നു എന്റെ ഗോൾ. അപ്പം മാർക്കറ്റിംഗിന് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണെന്നായിരുന്നു എന്റെ ആദ്യത്തെ റീസെർച്ച്. അപ്പൊ ആദ്യം എന്തായാലും ബ്ലാക്ക് എയിംസ് ഒക്കെ ഒന്ന്, FMS ഒന്നും, അതിൽ കൂടെ അതുപോലെ മൈക്ക എന്ന് പറയുന്ന കോളേജ് കേട്ടിട്ടില്ല. അപ്പം അതെന്താന്ന് പറയും നോക്കുക. നോക്കുമ്പോൾ അങ്ങനെ ലൈക്ക് നീഷ് മാർക്കറ്റിംഗ് നീഷാണ്. മാർക്കറ്റിംഗിൽ തന്നെ വൺ ഓഫ് ദ ലീഡേഴ്സ് തന്നെയാണ്. ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കൂളാണ്. അതൊക്കെ നമുക്ക് ഐ വാസ് വെരി ഇംപ്രസ്ഡ് ദാറ്റ് ഡൺ സം മോർ റീസെർച്ച് ഇൻ ദാറ്റ് ആൻഡ് ഐ നോ ദാറ്റ് ഈസ് വെയർ ഐ വാണ്ട് ടു ഗോ. അടിപൊളി. ഈ മൈക്കയിലോട്ട് ആദ്യമായിട്ട് പോകുമ്പോൾ ഉള്ള ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? അതായത് എന്താണ് മൈക്കയുടെ ഒരു ക്യാമ്പസിന്റെ ഒരു സ്പെഷ്യാലിറ്റീസ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് ഡേ മൈക്ക ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോ മൈക്ക ഞാൻ ചൂസ് ചെയ്യാനുള്ള വേറൊരു കാര്യം പറഞ്ഞാൽ ഐ വോണ്ടഡ് ടു ഗെറ്റ് ഇൻ റെസിഡൻഷ്യൽ കോളേജ്. കാര്യം നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന നോളജ് ഗെയിനിങ്ങും ടീം വർക്കിൻ്റെതും അത് നമ്മൾ ഏത് ലൈക്ക് ഡേ സ്കോളർ ആയിട്ടുള്ള ഒരു കോളേജിൽ പോലും കിട്ടത്തില്ല. ഐ വോണ്ട് ടു ബി ജസ്റ്റ് ബി സ്കൂൾ, അല്ലെങ്കിൽ വേറെ കോളേജുകളും കൂടെ എഞ്ചിനീയറിംഗ് കോളേജിലൂടെ MBA ഉള്ള ആ സെറ്റപ്പൊന്നും എനിക്ക് താല്പര്യമില്ല. ജസ്റ്റ് വോണ്ടഡ് ടു ബി ജസ്റ്റ് ബി സ്കൂൾ. അതിന്റെ ഭയങ്കര പ്രൈമറി ഫോക്കസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്ക നോക്കിയപ്പം ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ലഷ് ഗ്രീൻ ക്യാമ്പസ്, ലൈക്ക് 19 acres. അഹമ്മദാബാദ് സിറ്റിന്റെ കുറച്ച് ഔട്ട്സ്കേർട്സിലോട്ടാ, പക്ഷെ അവിടെ നിന്ന് ഫുൾ പുറം പോലെ അല്ല മൈക്കൻ്റെ അകത്ത്. പുറം ഇത്തിരി കൺസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലം. മൈക്കകത്ത് കയറുമ്പോൾ ഇറ്റ്സ് ഫുൾ ഗ്രീൻ. യു ഗെറ്റ് സി പീക്കോ, യു ഗെറ്റ് സി ലഗൂർ. ഇതൊരു ഓരോരോ ലൈക്ക് നമ്മൾ ഇങ്ങനെ ഒരു സൂയിൽ പോകുമ്പോൾ കാണുന്ന ഓരോ സംഭവങ്ങൾ അതിന്റെ അകത്ത് പോകുമ്പോൾ കാണുന്നത്. ലൈക്ക് അവിടെ നോക്കുമ്പോൾ കുറെ പീക്കോക്കള് അങ്ങോട്ട് നടക്കായിരിക്കും. കുറെ എന്ന് പറഞ്ഞാൽ ഒരു 5-6 എന്തായാലും ഇപ്പോഴും കാണും. ഈ സൈഡ് നോക്കും കുറെ ലംഗൂർസ് ഒക്കെ അങ്ങോട്ട് ഓടിക്കളിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഇത് ഫുള്ളൊരു എനിക്കൊരു സംഭവം അറിയാമെന്ന് വെച്ചാൽ മൈക്ക വെരി കോർപ്പറേറ്റ് ചെയ്ത സ്റ്റുഡൻസ് എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെനിക്കറിയായിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവരെ ഫീഡ് ചെയ്യും. നമുക്ക് അവിടെ 2 ബീഗിൾ പട്ടികളുണ്ട്. അത് ഒരു ട്രോമ കെയർ ഉണ്ടായിരുന്ന പട്ടികളെ അവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കെയർ ചെയ്യാം അവർക്ക് വേണ്ടി. അപ്പൊ അതൊക്കെ എനിക്ക് എന്നിട്ട് നമ്മൾ അവരെ ഫീഡ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഒരു വിഷയമായിട്ട് കമ്മിറ്റി വരെയുണ്ട് അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി. പൂച്ചകളുണ്ട്. അങ്ങനത്തെ ഒരു ഫുൾ ഒരു ഇറ്റ്സ് കംപ്ലീറ്റ് എക്കോസിസ്റ്റം ഓൺ ഇറ്റ്സ് ഓൺ. അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് സംഭവം. ഡെഫിനറ്റ്ലി എനിക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഇതെല്ലാം ഈ വർഷം തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ക്യാമ്പസിലോട്ട് കൂടുതൽ പോകുന്നതിന് മുന്നേ ഇതിലോട്ട് കയറുന്നതിനെ കുറിച്ച് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാം. ഈ മൈക്കയുടെ സെലക്ഷൻ പ്രോസസ് വളരെ ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെയോ വെറൈറ്റി ആയിട്ടാണ് അവരുടെ ഒരു, ഇപ്പൊ ഈവൻ എക്സാമിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ കാറ്റ് ഓർ സാറ്റ് പ്ലസ് മൈക്കാറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്തൊക്കെയോ സെലക്ഷൻ റൗണ്ട്സ് ഉണ്ട്. അതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാമോ? സോ ആദ്യം കാറ്റോ സാറ്റോ എഴുതണം. ജിമാറ്റോ ഉണ്ട്. ഇത് 3 നല്ല സ്കോർ വേണം. അതിനുശേഷം മൈക്കാറ്റോ എഴുതണം. എത്ര അപ്രോക്സിമേറ്റ്ലി വേണമെന്നുള്ള ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ അറിയാമല്ലോ?
ഒരു ശരിക്കും പറയാൻ മൈക്കിൽ കട്ട് ഓഫ് ഇല്ല. എനിക്ക് അവിടെ 99% ഉള്ള ആളുണ്ട്, 80% ആളുണ്ട്, 75% ആളുണ്ട്. അതിന്റെ സെലക്ഷൻ പ്രോസസ് വരുന്നത് പറഞ്ഞാൽ 50% ക്യാറ്റ്, 50% മൈക്കാറ്റ്. ഇതിന്റെ സ്കോർ വെച്ചിട്ടാണ് അവിടെ GEPA വിളിക്കുന്നത് മൈക്കിൽ നിന്ന്. GEPA വിളിച്ചതിന് ശേഷം അതിൽ പെർസെന്റേജ് വീണ്ടും കുറയും. ലൈക്ക് 20% ഫോർ ക്യാറ്റ്, 30% ഫോർ മൈക്കാറ്റ്, 20% ഫോർ GE ഗ്രൂപ്പ് എക്സ്, വിൽ കം ടു ദാറ്റ്, ഓക്കെ. 30% ഫോർ PI, പേഴ്സണൽ ഇന്റർവ്യൂ. ഇങ്ങനത്തെ അതിന്റെ ഫൈനൽ സ്കോർ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവര്. സോ കമ്മിങ് ടു മൈക്കാറ്റ്, മൈക്കാറ്റ് 2 പ്രാവശ്യം മൈക്കാറ്റ് ഉണ്ട്. ഇനി ഒരെണ്ണം കഴിഞ്ഞു, 17th or 16th നോട്ട്. അപ്പം അതിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന അന്ന്, ഇറ്റ്സ് ഓൺ 28th സംതിങ് ദ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. Yeah. അപ്പം മൈക്കാറ്റ് വന്ന്, മൈക്കാറ്റ് ലൈക്ക് നൺ ഓഫ് ദ ഇൻഫ്ലുവൻസ് സെക്ഷൻ ദാറ്റ് യു റൈറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് കാറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് സാഡ്. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ഓഫ് ഇറ്റ്സ് ഓൺ. അവൻ ലൈക്ക് ആദ്യം എന്ന് പറയുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റാണ്. Like they'll give you 150 question, you have to solve it in 30 minutes. So you don't get a time to think of the answers or anything like that. അത് നമ്മളെപ്പോഴും ബി യുവർ സെൽഫ്. നമ്മൾ എന്താണ് ആ ഉത്തരം തോന്നുന്നത് ഓപ്റ്റ് ചെയ്യുക. ട്രൈ ടു സ്റ്റിക്ക് വൺ സൈഡ്. അത് മാത്രമേ എനിക്കൊരു ഇതായിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഇറ്റ്സ് വെരി റാൻഡം. ലൈക്ക് ക്വസ്റ്റൻസ് ഒക്കെ എല്ലാം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട്. ബട്ട് ട്രൈ നോട്ട് ടു ഡിഫ്ലക്ട് വിത്ത് ദ ആൻസേഴ്സ്. അങ്ങോട്ടൊന്നും ചാടാതിരുന്നാൽ മതി. നമ്മൾ ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആ ഒപ്പീനിയൻ സ്റ്റിക്ക് ചെയ്യാം. അപ്പൊ അതായിരുന്നു സൈക്കോമെട്രിക്കിന് എളുപ്പം. അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അധികം ആൾക്കാർ ഫെയിൽ ആവുന്നു. ദേ വിൽ ഗെറ്റ് ത്രൂ ഇറ്റ്. ബട്ട് ഓൺലി വൺസ് യു ക്ലിയർ ദ സൈക്കോമെട്രിക് ടെസ്റ്റ്, ദ അതർ പാർട്ട് വിൽ ബി ഇവാലുവേറ്റഡ്. അത് കഴിഞ്ഞ ഉടനെ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ ആണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ എന്ന് പറയുമ്പോൾ വീൽ ഗെറ്റ് എ സ്റ്റേറ്റ്മെന്റ്, വി ഹാവ് ടു റൈറ്റ് ടു ആൻഡ് എഗെയിൻസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. പിന്നെ അവർ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കും. അതിൽ നമ്മുടെ ഒപ്പീനിയൻ എഴുതണം. ആൻഡ് യു വിൽ റൈറ്റ് 3 or 4 points ഈച്ച് ഫ്രം ഈച്ച് ഓഫ് ദ കാറ്റഗറീസ്. അങ്ങനെ സംഭവം. അപ്പം ബട്ട് ദ ടോപ്പിക്സ് ആർ വെരി അബ്സ്ട്രാക്ട്. സോ എനിക്ക് ഏറെ കിട്ടിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അപ്പ്, അത് അത്രേ ഉള്ളൂ. അതായിരുന്നു എന്റെ ടോപ്പിക്. ഇത് ഇറ്റ്സ് വെരി അബ്സ്ട്രാക്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഫോർ ചെയ്യണം, എഗെയിൻസ്റ്റ് ചെയ്യണം. പിന്നെ അവരൊരു ഇത് തന്നിരിക്കും, ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിരിക്കും, ഇത് ലിങ്ക് ചെയ്തിട്ടുള്ള. അതിനെപ്പറ്റി നമ്മൾ ഒപ്പീനിയൻ എഴുതണം. അത് മിക്കറും ഫോർ എഗെയിൻസ്റ്റ് വെച്ച് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ലൈറ്റ് അപ്പ് ലൈക്ക് ആദ്യം ഒരു ഐഡിയ ഇല്ല. ഐ തിങ്ക് ക്രിയേറ്റിവിറ്റി വിത്ത് ദാറ്റ്. നമ്മൾ എന്തോ ക്രിയേറ്റീവ് ആവാൻ പറ്റും എന്നാണ് അവർ നോക്കുന്നത് അതിൽ. അത് കഴിഞ്ഞിട്ട് ഉടനെ വന്നത് അതാണ് ഡിസ്ക്രിപ്റ്റീവ്സിന്റെ ഫസ്റ്റ് പാർട്ട്. അതിൽ 4 points ഈച്ച് ആണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ എന്തോ എഴുതേണ്ടത്. അതിനുശേഷം അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ സ്റ്റോറി ടെലിംഗ്. സോ അവർ 4 5 പടവും തന്നിരിക്കും. ആ പടങ്ങൾ വെച്ച് നമ്മൾ സ്റ്റോറി എഴുതണം. സോ അതെല്ലാം വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്കാണെങ്കിൽ വെരി റാൻഡമസ് പടങ്ങൾ, ഒരു കണക്ഷൻ ഇല്ലാത്ത 4 പടങ്ങളാണ് തരുന്നത്. അത് വെച്ച് നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് സ്റ്റോറി എഴുതണം. ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി ചെക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. വൺ അഡ്വൈസ് ടു ഗിവ് ദാറ്റ് ജസ്റ്റ് ട്രൈ ടു കംപ്ലീറ്റ് ദ സ്റ്റോറി വോട്ട് യു ആർ റൈറ്റിംഗ്. ഇടയ്ക്ക് വെച്ച് നിർത്തി അങ്ങനെ അത് വേണ്ട. ഒരു ഫുൾ പ്രോപ്പർ തുടക്കം തൊട്ട് അവസാനം നമ്മൾ സ്റ്റോറി എഴുതും. അത് പ്രോപ്പർ എഴുതിയാൽ ലൈക്ക് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ ലൈക്ക് എന്റെ ഞാൻ ലൈക്ക് ഐ വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ ആൻഡ് ബ്രോട്ട് ലൈക്ക് സംതിങ് വെരി ഐ ഫീൽ ലൈക്ക് വെരി ക്രിയേറ്റീവ്. അതായിരുന്നു ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ. പിന്നെ അടുത്തത് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ. ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ജസ്റ്റ് ലൈക്ക് കാറ്റ് സാറ്റ്. ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ഡിഫിക്കൽട്ടി, അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ലായിരുന്നു. ബട്ട് ട്വിസ്റ്റി പോർഷൻ ഇസ് ദാറ്റ് അവര് 6ഉം 8ഉം ഓപ്ഷനാണ് വരുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് 4 ഓപ്ഷൻ ഫോർ എ ക്വസ്റ്റ്യൻ. 6ഉം 8ഉം ഓപ്ഷൻ തരും. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നു. നമ്മളല്ലെങ്കിൽ ഇതുപോലെ ഈ എലിമിനേഷൻ മെത്തേഡൊക്കെ വെച്ച് ചിലപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അത് നടക്കത്തില്ല. വി നീഡ് ടു നോ വാട്ട് യു ആർ റൈറ്റിംഗ് ടു ഫൈനലൈസ്. എത്ര ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഐ തിങ്ക് ഡിഫേഴ്സ് വിത്ത് ദ ഇയർ ഓൾസോ. വേറെ കാര്യമുള്ള GK ഉണ്ട്. GK പ്ലേസ് വെരിക്കാൻ സ്കോർ ലോട്ട് ഓഫ് മാർക്സ്. കഴിഞ്ഞ പ്രാവശ്യം മൈക്കാറ്റിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് റിയലി ഷുവർ ഓഫ് കട്ട് ഓഫ്, ബട്ട് ഐ ഹാഡ് ലൈക്ക് 15.5 ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് ഓൺ ദ ഹയർ സൈഡ്. പക്ഷേ 5 മാർക്ക് കിട്ടിയവർക്കും മൈക്കയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. മൈക്കാറ്റിന് 5 മാർക്ക് കിട്ടിയവർക്കും. അതുകൊണ്ട് അവർ ഓവറോൾ ഇതാ നോക്കുന്നത്. കാറ്റിനും മൈക്കാനും കൂടെ നല്ലൊരു കമ്പൈൻ സ്കോർ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതിനനുസരിച്ചാണ് GPA വിളിക്കുന്നത്. മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞ ഒരു കാറ്റിന് നല്ല സ്കോർ ഒരാളെ സംബന്ധിച്ചിടത്തോളം മൈക്കാറ്റ് കുറച്ച് കുറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ, മൊത്തത്തിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, കാറ്റിന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കണം. അതിൽ യു ക്യാൻ സ്റ്റിൽ റൈറ്റ് മൈക്ക് ആൻഡ് ഗെറ്റ് ഗ്രേറ്റ് സ്കോർ. മൈക്ക് ഹാസ് എ ഗ്രേറ്റ് സ്കോർ ടു കം ടു. മനസ്സിലായി. ഇതിനകത്ത് ഒരു സംശയം, ഈ ബാക്കിയുള്ള എല്ലാ എക്സാമിനും എല്ലാ ടെസ്റ്റിനും എവിടെന്നെങ്കിലും പ്രിപ്പറേറ്ററി മെറ്റീരിയൽസ് ഒക്കെ ആൾക്കാർക്ക് കിട്ടാറുണ്ട്. ഈ മൈക്കൊക്കെ എവിടെന്നെങ്കിലും അങ്ങനെ ഒരു നല്ലൊരു സോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അഭിനന്ദ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? എവിടെയെങ്കിലും ഒരു സ്പെസിഫിക് വെബ്സൈറ്റോ യൂട്യൂബ് ചാനലോ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടോ? ഞാൻ മൈക്കിന്റെ വെബ്സൈറ്റിൽ തന്നെ അവരുടെ സാമ്പിൾ പേപ്പർ എന്തോ ഉണ്ട്. അത് വെച്ചാൽ ഞാനാണെങ്കിൽ ലൈക്ക് ജസ്റ്റ് എനിക്ക് ഐഡിയ കിട്ടും ഇങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് വൺ തിങ് ബിലീവ് ഇസ് ദാറ്റ് ഇഫ് യു ആർ മെന്റ് ടു ബി മൈക്കൻ യു വിൽ ബി മൈക്കൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലൈക്ക് കാറ്റിന് നല്ല പേഴ്സണേജ് ഉണ്ട്, മൈക്കാനും നല്ല പേഴ്സണേജ്, GPA അവർക്ക് കിട്ടിയിട്ടില്ല. അത് അടുത്ത പ്രോസസ്സില്ല. അത് അവരൊരു പൊതിന്റെ ആൾക്കാരെ നോക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് ഒന്ന് പറയാം. അതായത് എങ്ങനെയുള്ള ആൾക്കാർ മൈക്കയിൽ പോകുന്നത് അത്ര
നന്നാവില്ല എന്ന് അവനെന്ത് തോന്നുന്നുണ്ട്? അതായത് ഇന്ന 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 സ്കിൽ സെറ്റ്സ് ഇല്ലാത്ത ആൾക്കാർ, അല്ല ഇന്ന 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 ക്വാളിറ്റീസ് ഇല്ലാത്ത ആൾക്കാർ മൈക്കയിലോട്ട് പോകുന്നത് അത്ര നന്നാവില്ല എന്നുള്ളൊരു ഇതുണ്ടോ? സ്കിൽസിന്റെ കാര്യത്തിൽ ഒരു ബാരിയറും ഇല്ല. ലൈക്ക് ഏത് എന്ത് ലൈക്ക് ഒരു സ്കിൽ സെറ്റ് ഇല്ലാത്ത ആൾക്കാർ നമ്മളോട് ഉണ്ട്. ഗ്രേറ്റ് 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 സ്കിൽസ് ഉള്ള ആൾക്കാർ നമ്മളോട് ഉണ്ട് ഇൻ ഡിഫറെന്റ് ഡിഫറെന്റ് ഫീൽഡ്സ് ഒബിയസ്ലി. പക്ഷേ മൈക്കിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്യേണ്ട എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഒരു ഒപ്പീനിയൻ പറയുന്നത് വെച്ചാൽ, ഇഫ് യു ആർ നോട്ട് യുവർ എൻഡ് ഫോക്കസ് നോട്ട് മാർക്കറ്റിംഗ്, if you try out finance or you want to try out consulting or you want to try out operations or like HR, ഇതിലോട്ടൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൈക്ക വോണ്ട് ബി ഗുഡ് ഫിറ്റ് ഫോർ യു. അല്ലാതെ ഇപ്പം ലൈക്ക് യു നോ ഫോർ ഷുവർ ദാറ്റ് യു വോണ്ട് ടു ഡു മാർക്കറ്റിംഗ്, പ്ലീസ് ചൂസ് മൈക്കൽ. ബിക്കോസ് മൈക്കയിൽ കിട്ടുന്ന നോളജ് ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഗെറ്റ് ഈവൻ ഇൻ ദ ടോപ്പ്. ഐ എം സോറി ബട്ട് ദാറ്റ്സ് വാട്ട് ഐ ഇല്ലില്ല, ഫീൽ. സി ഞാൻ പേഴ്സണലി മൈക്ക് എഴുതിയിട്ട് എനിക്ക് മൈക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ മാർക്കറ്റിംഗ്, എനിക്ക് മൈക്കയെ കുറിച്ചുള്ള ഇംപ്രഷൻ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ, പല ടോപ്പ് കമ്പനീസും അവരുടെ കേസ് കോമ്പറ്റീഷൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ITC അല്ലെങ്കിൽ ഇവരുടെ HUL ഇവരുടെയൊക്കെ ഞാൻ കാണുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് 6 IMs ഉണ്ടാവും, IFT, ചില സാധനം ഓപ്പറേഷൻസ് റിലേറ്റഡ് ആണെങ്കിൽ നിത്യ ഉണ്ടാവും, പിന്നെ FMS ഉണ്ടാവും. അതിന്റെ കൂടെ മൈക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരമായിട്ട് ഈ ലിസ്റ്റിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും ഈ ഒരു ലിസ്റ്റിലോട്ട് എപ്പോഴും ഈ ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് ഇൻ ഇറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് എങ്ങനെ മൈക്കയെ കാണുന്നുണ്ട് എന്നുള്ള ഒരു സാധനം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് വി ടേക്ക് പ്രൈഡ് ഓൺ അവർ സെൽഫ്. നമ്മൾ അതിനെ മൈക്കിന് എഡ്ജ് എന്നാ പറയുന്നത്. ദർ ഇസ് സംതിങ് അബൌട്ട് പീപ്പിൾ ഇൻ മൈക്ക ആൻഡ് കോഴ്സ് ടീച്ച് ഇൻ മൈക്ക. അത് കാരണം ലൈക്ക് എനി ക്വയരീസ് കോമ്പറ്റീഷൻ വി എൻഡ് അപ്പ് ഇൻ ടോപ്പ് ഓഫ് ഇറ്റ്. ഇപ്പം തന്നെ ഇൻട്രോ ബാങ്ക് ITC ഇൻട്രോ ബാങ്ക് ഇപ്പം നടന്നേ ഉള്ളൂ, പുൽക്കട്ടയിൽ വെച്ച് ഫൈനൽ നടക്കുമായിരുന്നു. വി ഫിനിഷ് ദ സെക്കൻഡ് ഓർ തേർഡ് റണ്ണർ നാഷണൽ. ആൻഡ് ഇപ്പം സാംസങ് ഡിപ്പേഡ് കഴിഞ്ഞുള്ളൂ. വി വൺ ദാറ്റ് കോമ്പറ്റീഷൻ. മൈക്കൻ വൺ ദാറ്റ് കോമ്പറ്റീഷൻ. ഫ്ലിപ്കാർട്ട് വയേർഡ് 5.0 അതിന് വി വേർ ദ ഫസ്റ്റ് റണ്ണർ. അല്ലെങ്കിൽ തിങ് ദാറ്റ് ഈ റണ്ണർ വി ആർ നോട്ട് ആക്ച്വലി സാറ്റിസ്ഫൈഡ്. ലൈക്ക് വൈ ഡോണ്ട് വി വിൻ ദാറ്റ് തിങ്? സോ അതാണ് നമ്മൾ പറയുന്നത് മൈക്കിന് അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഇസ് വിത്ത് ദാറ്റ് തിങ്. പഠിക്കുന്ന കോഴ്സസ് ആണോ, അവർ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സിന് ഇതാണോ, ഓർ ദ ക്രിയേറ്റിവിറ്റി ദേ ലുക്ക് ഇൻ ദ സ്റ്റുഡൻസ്? But then that's the kind of respect that industry gives to Micah, right? Especially in marketing. Got it. ഇനി ക്യാമ്പസിലെ സെലക്ഷനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. കോളേജിനകത്തുള്ള ഒരു പ്രൊഫൈൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഒരു ഐഡിയ തരാൻ പറ്റുമോ? I can guarantee one thing, that Micah is one of the most diverse campus you'll see ever. Like first നമ്മൾ ജെൻഡർ റേഷ്യോ എടുക്കാം. ജെൻഡർ റേഷ്യോ ഫീമെയിൽസ് ആണ് മൈക്കിൽ കൂടുതൽ. In our current batch there is 51% girls and 49% boys, or 53-47 അങ്ങനെ എന്തോ, ലൈക്ക് 50% പുറത്ത് ഫീമെയിൽസ് ആണ്. കഴിഞ്ഞ ബാച്ചിൽ മാത്രം 51% ബോയ്സ് ഉണ്ടായിരുന്നു, 49% ഗേൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രേറ്റ് അതാ ജെൻഡർ റേഷ്യോ ഉള്ളത്. പക്ഷെ അത് വിട്ട് നമ്മളിപ്പം അടുത്ത അക്കാഡ്സിന് ഇത് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു ലോയറാ, എന്നെ പോലെ 7 വേറെ ലോയേഴ്സ് ഉണ്ട് മൈക്കയിൽ എന്റെ അതേ ബാച്ചില്. there are 2 dentists in our batch. There are physiotherapists in our batch. പിന്നെ ജനറൽ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്, നിഫ്റ്റി എന്നുള്ള ഈ ഡിസൈൻ പിള്ളേരുണ്ട്. ലൈക്ക് യു നെയിം ഇറ്റ് വിൽ ഗെറ്റ് എനിത്തിങ് ദർ. മോഡൽസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരുണ്ട്, ഫ്രഷേഴ്സ് ഉണ്ട്, ലൈക്ക് വെരി വെരി ഫ്രഷേഴ്സ് ഉണ്ട്. വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഫ്രഷേഴ്സ് ഉണ്ട്. ദർ ഇസ് പീപ്പിൾ ഹു ഹാവ് ഈവൻ 10 year work സ്റ്റഡിങ് വിത്ത് us, 10 years work ex. But that's a rare thing, but like people are like over 2 years. അത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ബാച്ച് ആണ് അവിടെ ഉള്ളത്. ഈ മൈക്കയിലെ കോഴ്സ് എങ്ങനെയാണ് ഈ മാർക്കറ്റിംഗിലോട്ട് ഓറിയന്റ് ആക്കാൻ വേണ്ടി എങ്ങനെയാണ് സ്പെഷ്യൽ ആക്കുന്നത്? അതായത് ഈ ബാക്കിയുള്ള ഒരു ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ മൈക്കയുടെ ഒരു പെഡഗോജി അല്ലെങ്കിൽ കോഴ്സിലൊക്കെ എന്തെങ്കിലും ഒരുപാട് ഡിഫറൻസസ് ഉണ്ടോ? മൈക്കയില് ഞാനിപ്പോ PGDM എന്ന കോഴ്സ് ഞാൻ എടുക്കുന്നത്. ഇതൊരു പല കോഴ്സ് PGDMC, അതാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. ഇത്രയും വർഷം അതാ കോറായിട്ടുണ്ടായിരുന്നു. ഇതിപ്പം കുറച്ചായിട്ട് നമ്മൾ മാറി ഇതിലോട്ട് PGDM എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് മാറ്റേ ഉള്ളൂ. മെയിൻലി ബോത്ത് കൈൻഡ് ഓഫ് സെയിം തിങ്. അപ്പം ഇതിലൊരു വ്യത്യാസം, വേറെ കോളേജിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആക്ച്വലി സബ്ജക്ട് സ്റ്റോർട്ട് നമുക്ക് സെമിയോട്ടിക്സ് എന്ന സബ്ജക്ട് ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് സ്റ്റോർട്ട് എനിവെയർ എൽസ് ഇൻ എനി ഓഫ് ദ ബി സ്കൂൾ. സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലൈക് സൈൻ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ അത് നമുക്കൊരു, പിന്നെ ഈ കൾച്ചറൽ കോളേജ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പറഞ്ഞൊരു വേറെ സബ്ജക്ട് ഉണ്ട്. അതൊന്നും നമുക്ക് ഈ വി ആർ ഗെറ്റിംഗ് ടു നോ ദ കൾച്ചറൽ ആസ്പെക്ട് ഓഫ് തിങ്സ്. The way we see one thing and the interpretation that we get will be completely different to someone else who haven't learned this thing. അപ്പൊ നമ്മളത് അങ്ങനത്തെ ഒരു ട്രാക്കിലാണ് പോകുന്നത്. ഐ തിങ്ക് കമ്പനീസ് വോണ്ട് സർട്ടൻ കൈൻഡ് ഓഫ് പീപ്പിൾസ്. അവർ കൾച്ചറിലോട്ട് ഇറങ്ങി ചെന്നാലേ അവർക്ക് അവിടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പൊട്ടൻഷ്യൽ ഉള്ളൂ. അപ്പൊ എവിടെ എന്ത് മാർക്കറ്റ് ഇറങ്ങി കൾച്ചറൽ ആസ്പെക്ട്സ് ഇറങ്ങി ചെയ്താലേ കാര്യമുള്ളൂ. ഐ തിങ്ക് അതിലോട്ട് കൂടുതൽ ഫോക്കസ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ വരുന്നത്. ബട്ട് ലെറ്റ്ലോൺ അതല്ലാതെ നമുക്ക് വി ഹാവ് ഓൾ ദ മാർക്കറ്റിംഗ് കോഴ്സസ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ബേസിക് ആയിട്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പൊ സ്പോർട്സ് മാർക്കറ്റിംഗ്, സെക്കൻഡ് ഇയേഴ്സിൽ സ്പോർട്സ് മാർക്കറ്റിംഗ് എന്ന സബ്ജക്ട് ഉണ്ട്. പിന്നെ മീഡിയ ആയിട്ട് കുറെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എക്സലന്റ് സബ്ജക്ട്സ് ഉണ്ട്. ഇതൊക്കെ ഒരു പ്രോപ്പർ ഡേറ്റ ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യണം. ലൈക്ക് ബേസിക്കലി വാട്ട് യു ഡു ഇൻ ഇൻഡസ്ട്രി നമ്മൾ ക്ലാസ്സിനകത്ത് ചെയ്യുന്നതാണ് സംഭവങ്ങൾ. അതല്ലാതെ വോട്ട് എൽസ് ദെയർ,
ഇമേഴ്ഷൻസ് ഉണ്ട് നമുക്ക്. വി ഹാവ് 3 ഇമേഴ്ഷൻസ്. സോ വൺ ഇസ് മൈൻഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ പി ജി സമയത്തിന് മാത്രമുള്ള ഒരു സംഭവം. ഓക്കെ. then വി ഹാവ് ഓണ്ടർപ്രണർഷിപ്പ് ഇമേഴ്ഷൻ, അത് ഇനി വരാൻ പോകുന്നു, ഞാൻ അതിൽ എത്തിയിട്ടില്ല, ഇനി വരാൻ പോകുന്നത്. തേർഡ് ഇസ് റൂറൽ ഇമേഴ്ഷൻ. സോ മൈൻഡ് ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് പ്രോജക്റ്റ്. സോ ഒരു എം ബി എടുത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ലൈക്ക് ലൈഫ് പ്രോജക്ട് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സി വി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ നമ്മൾ ലൈഫ് പ്രോജക്ട് നമുക്ക് ഇവരാണെങ്കിൽ കോളേജിൽ തന്നെ തരുന്നു. ഒരു മേക്ക് ഗ്രൂപ്പ് ഓഫ് 4 or 5 people, കോളേജിൽ നിന്ന് നമുക്ക് കുറെ കമ്പനീസ് വരും, അവർക്ക് വേണ്ടി നമ്മൾ ഒരു ലൈഫ് പ്രോജക്ട് ചെയ്ത് വി ഷോ ഇമ്പാക്ട് ഇൻ സം ആസ്പെക്ട് ഓഫ് ദിസ് തിങ്. ഇപ്പം കുറച്ച് പേര് ഇതുപോലെ കൊൽക്കത്ത, ഒറീസ അവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ബാക്ക് പ്രോജക്ട് ഉണ്ടായിരുന്നു. അതിന്റെ ട്രൈബൽ ഏരിയയിലെ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒന്ന് സെല് ചെയ്ത് കൊടുക്കാനുള്ള സ്ട്രാറ്റജീസും അങ്ങനെ പറയുന്നത് അതായിരുന്നു അവരുടെ. സോ അത് കഴിഞ്ഞ വർഷം അവർക്ക് ഒരു പ്രോജക്ട് ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു അഹമ്മദാബാദ് ട്രാഫിക് പോലീസ് ആയിട്ട് സംഭവം. ഐ ഡോണ്ട് നോ ദ ക്ലിയർ തിങ് വാട്ട് ഇറ്റ്, ബട്ട് ദാറ്റ് ഇസ് ബീങ് ഇംപ്ലിമെന്റഡ് റൈറ്റ് നൗ ബൈ അഹമ്മദാബാദ് പോലീസ്, ട്രാഫിക് പോലീസ്. അതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കി കാണിക്കുക, ഇതായിരുന്നു നമ്മൾ മൈൻഡ് ബാക്കിന്റെ ഹോൾ മിഷൻ. ഇത് എനിക്ക് തോന്നില്ല വേറൊരു ബി സ്കൂളും ഉണ്ടെന്ന്. പിന്നെ റൂറൽ ഇമേഴ്ഷൻ ഉണ്ട്. റൂറൽ ഇമേഴ്ഷൻ സംതിങ് ലൈക്ക് നമ്മളാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 5 സംതിങ് എന്നോട് ഗോ ടു റൂറൽ പ്ലേസ്, അവരുടെ ഒരു കമ്പനിയാണ്, ആ റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യണം. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് കോമൺ ഇൻ സം ബി സ്കൂൾസ്. എസ് ബി ജിയിലൊക്കെ ഉണ്ടെന്ന് എന്റെ വിശ്വാസം ശരിയാണ്. റൂറൽ ഇമേഴ്ഷൻ പ്രോഗ്രാം പല ഫോമിൽ പല കോളേജസിൽ നടക്കാറുണ്ട്. അതെ. പിന്നെ നമുക്ക് ഓണ്ടർപ്രണർഷിപ്പ് ഇമേഴ്ഷൻ ഉണ്ട്. അതിന്റെ ഫുൾ ഐഡിയ എനിക്ക് ഇല്ല, പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് വി ഹാവ് ടു പിച്ച് ആൻ ഐഡിയ. അതിൽ ടോപ്പ് 40 ഐഡിയാസ് അവർ സെലക്ട് ചെയ്യും. ദെൻ സ്റ്റുഡൻസ് ഹാവ് ടു കം അപ്പ് ആൻഡ് ലൈക്ക് ഡു വർക്ക്. അതിൽ എന്തെങ്കിലും വർക്ക് ചെയ്താൽ ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും എന്നായിരിക്കും. ഐ തിങ്ക് ദാറ്റ്സ് ഹോൾ പ്രോസസ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. നമുക്ക് ഇതിന് സോ അതും ലൈക്ക് ഇൻക്യുബേറ്റേഴ്സ് ചില കോളേജിലുള്ള IMD-യിലൊക്കെ ഉണ്ട്, അത് ഇൻക്യുബേറ്റർ ആയിട്ടുള്ള ആ സംഭവമായിട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഓൾസോ ലൈക്ക് വൺ ഫോം അതർ ഇറ്റ്സ് ദേർ ഇൻ അതർ ബി സ്കൂൾസ്. ബട്ട് ലൈക്ക് ഈ മൈൻഡ് ബാക്കുള്ള സംഭവം ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ദേർ ഇൻ അതർ ബി സ്കൂൾ. ലൈക്ക് ഇത് കറക്റ്റ് നമുക്കൊരു സമ്മർ പ്ലേസ്മെന്റ് സമയത്ത് നമ്മൾ കറക്റ്റ് CV പോയിട്ടുണ്ട്, ഇത് നമുക്ക് കറക്റ്റ് CV എഴുതാൻ പറ്റുന്ന സംഭവം. ആൻഡ് ദ റിക്രൂട്ടേഴ്സ് ആക്ച്വലി ഡു ആസ്ക് ദിസ് തിങ്. ഇപ്പം വലിയ വലിയ കമ്പനികളായാലും അവർ ഇതിനെപ്പറ്റി ചോദിക്കും, എന്താ ഇങ്ങനെ സംഭവം. വി ടോക്കിംഗ് അബൌട്ട് ദാറ്റ്, ഇറ്റ്സ് റിയലി ഗുഡ് CV പോയിന്റ്. ഗ്രേറ്റ്. അപ്പോൾ ഓൾറെഡി സമ്മർ ഇന്റേൺഷിപ്പ് എന്നുള്ളൊരു ആ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അതിന് തന്നെ ഇട്ടുകൊണ്ട് ഞാൻ അതിലോട്ട് തന്നെ കിടക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാനുള്ള ഒരു കാര്യം എന്താണ് മൈക്കേലെ പ്ലേസ്മെന്റ്സ് ലൈക്ക്, ഐ മീൻ ഇൻ ടേംസ് ഓഫ് പാക്കേജും ഇൻ ടേംസ് ഓഫ് റോൾസ്, കമ്പനീസ്, എന്താണ് അവിടുത്തെ ഒരു സെനാരിയോ? സോ സമ്മർ പ്ലേസ്മെന്റ് ഇപ്പം കഴിഞ്ഞു. ഐ എം നോട്ട് അലൗഡ് ടു ടോക്ക് മോർ അബൌട്ട് ദാറ്റ് ഇൻ ഡീറ്റെയിൽ. ഇപ്പോഴത്തെ കറന്റ് ഉള്ള സംഭവം അവൈലബിൾ പുറത്ത് വിട്ടിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞാൽ മതി. സോ ലൈക്ക് ഫോർ സമ്മർ പ്ലേസ്മെന്റ് നമ്മുടെ ആവറേജ് എന്ന് പറയുന്ന നിയർലി 1.5 for 2 months ആണ്. 1.5 lakhs for 2 months ആണ്. വി ആർ ഹാവിംഗ് 100% പ്ലേസ്മെന്റ് വിച്ച് ഇസ് ബീങ് റിപ്പീറ്റഡ് ദിസ് ഇയർ ഓൾസോ. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാറിയോ വെച്ച് മാർക്കറ്റ് ഡൗൺ ആണ്, കമ്പനീസ് വരുന്ന കുറവാണ്, ഇങ്ങനത്തെയാണ് കോമൺ ആയിട്ട് എല്ലാ ബി സ്കൂളിൽ വരുന്നത്. പക്ഷേ ഐ കൻ ഗിവ് യു 100% ഗ്യാരണ്ടി ദാറ്റ് ദിസ് ഇസ് നോട്ട് ബീങ് അഫക്റ്റഡ് ഇൻ മൈക്ക, or Michael should be the least affected ones, because നമ്മുടെ കോളേജിൽ നിന്ന് ഓരോ റിക്രൂട്ടറിനും they know what they want, and that is something they want in their companies. അത് വേറെ ഒരു പുറത്തൊരു ബി സ്കൂളിൽ പോയാലും കിട്ടാത്ത സംഭവം. So they actually do come to Mica to pick certain type of students and how they are അത് വെച്ച് അവർ ഒരാളെ ലൈക്ക് കുട്ടികളെ എടുക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്ന്. സോ ലൈക്ക് മാർക്കറ്റ് ഡൗൺ ആയാലും ഇറ്റ് ഇസ് നോട്ട് ബീങ് അഫക്റ്റഡ് ഇൻ മൈക്ക. ലൈക്ക് പ്ലേസ്മെന്റ് കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് 1.5 ആണ് ആവറേജ്. മീഡിയൻ ഇസ് ഓൾസോ സമയർ ഓൺ ദ സെയിം ഏരിയ. ലൈക്ക് കമ്പനീസ് വരുന്നത് ലൈക്ക് ITC, HUL, സോണി, മീഡിയ, ഡിസ്നി, സോണി, ബാങ്ക്, BFSI എന്ന് വരുന്നുണ്ട്, IT കമ്പനി എന്ന് വരുന്നുണ്ട്. ലൈക്ക് വി ആർ ഹാവിംഗ് എക്സ്റ്റൻഡ് സ്ട്രാറ്റജി കം ടു ക്യാമ്പസ് ടു. ദാറ്റ്സ് ആസ് എ പ്രോപ്പർ കൺസൾട്ടിംഗ് റോൾ. അവർക്ക് മാർക്കറ്റിൽ കൺസൾട്ടിംഗ് റോളിലാണ് വരുന്നത്. ഇങ്ങനത്തെ ടോപ്പ് കമ്പനീസ് എല്ലാം മൈക്കയിൽ വരുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ലൈക്ക് ലെഗസി പീപ്പിൾ ഓർ കീപ് ഓൺ കമ്മിങ് ടു മൈക്ക. ഗ്രേറ്റ്. ഫൈനൽസിനെ കുറിച്ചും കൂടി, ഫൈനൽസിന്റെ എത്ര ആവറേജ് ടച്ച് ചെയ്യുന്നുണ്ട് റോൾസ്? If I'm not wrong, average around 20, like 19.85, 20 അടുപ്പിച്ച് ഉണ്ട് ഉറപ്പായിട്ടും. ഐ തിങ്ക് ഇറ്റ്സ് സെയിം വിത്ത് ദിസ് ഇയർ ഓൾസോ. ദിസ് ഇയർ കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. ഐ തിങ്ക് സെയിം വിത്ത് ദിസ് ഇയർ ഓൾസോ. പിന്നെ സെയിം ഈ സമ്മർ പ്ലേസ്മെന്റ് ഒരു മെയിൻ സംഭവമായി FMCG കമ്പനികൾ പിന്നെ എല്ലാവർക്കും PPO അങ്ങ് കൊടുക്കും. ലൈക്ക് മൈക്കൻസിന് ഒട്ടുമിക്ക എല്ലാവർക്കും PP എടുക്കും. മാർക്കറ്റിംഗ് റിലേറ്റഡ് റോൾ കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ട് അവരങ്ങ് PP എടുത്ത് കൺവേർട്ട് ചെയ്ത് അവർ വീണ്ടും ഫൈനൽസ് വരാണ്ട് നിൽക്കത്തില്ല. PPO എന്താണെന്ന് അറിയാത്തവർക്ക് പ്രീ പ്ലേസ്മെന്റ് ഓഫർ ആണ്. അതായത് നമ്മൾ സമ്മർ ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനി തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഫൈനലിൽ ഒരു പ്ലേസ്മെന്റ് ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ ഇവര് നമുക്കൊരു ജോബ് ഓഫർ തരുന്ന ഒരു പ്രോസസ്സാണ് PPO. യെസ്, PPO അല്ലെങ്കിൽ PPI ആയാലും മിക്ക കമ്പനികളും തരും. നമുക്ക് PPI കിട്ടിയാൽ മിക്കവരും PPO കൺവേർട്ടും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മുടെ സീനിയർ ബാച്ചിൽ ആഫ്റ്റർ ദ സമ്മേഴ്സ് over 50 people have received a PP or PPI offer. Out of 200, that is 1/4 of the students. Batch. അത് ഭയങ്കര നല്ലൊരു ഫിഗർ ആണ്. അതെ, that's the Mike and Edge which we are talking about.
ഓക്കെ, ഇനി അവസാനത്തേക്ക് നമ്മളൊരു ക്ലോസിംഗ് നോട്ടിൽ അഭിനന്ദന് ഒരു ടോപ്പ് 3 തിങ്സ് അബൌട്ട് മൈക്ക അപ്പാർട്ട് ഫ്രം അവരുടെ കരിക്കുലം അക്കാഡമിക്സ് ആൻഡ് പ്ലേസ്മെന്റ്സ് പറയാമോ? അതായത് ഒരു പേഴ്സണൽ ഇതില് മൈക്കയെ കുറിച്ചുള്ള ഒരു ബെസ്റ്റ് 3 തിങ്സ്. So can I name places also? യാ നോ പ്രോബ്ലം. ഓക്കെ. സോ ആദ്യം നമ്മുടെ എന്റെ ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റി ഇൻ മൈക്ക. ഇപ്പം ഞാൻ സൗത്ത് ഇന്ത്യൻ, എനിക്ക് നേരെ ഹിന്ദി പോലും അറിയത്തില്ല. ഞാനിത് ഗുജറാത്തില് ഇത്രയും വേറെ ഡൈവേഴ്സിറ്റി ആൾക്കാരുടെ ഇടയിലോട്ടാണ് ഞാൻ പോയത്. ബട്ട് ഐ നെവർ ഫെൽറ്റ് ഔട്ട് ഓഫ് ഹോം ഇൻ ദറ്റ് പ്ലേസ്. എല്ലാരും ഓൾ ദ ടൈം വെരി അക്കോമഡേറ്റിംഗ്. ലൈക്ക് അവരങ്ങനെ ഡിഫറൻസിയേഷൻ കാണുന്നില്ല അവിടെ. സൗത്ത് ഇന്ത്യൻ ആണെന്ന് അവരെ നമ്മളെ ടീസ് ചെയ്യും, നമ്മൾ അവരെ ടീസ് ചെയ്യും. ദാറ്റ്സ് ബേസിക്കലി റിയലി ഗുഡ് ഫൺ കമ്മ്യൂണിറ്റി ടു ബി ഇൻ. ഇപ്പം നമ്മൾ അവിടുത്തെ പിന്നെ ഒരു എന്തോ കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവരും വി ആർ ഓൾ കമ്മിങ് അപ്പ് ടുഗദർ. എല്ലാം ഒരാൾ ജയിച്ചു പോകും മറ്റാൾ, അങ്ങനത്തെ സംഭവം ലൈക് വി ഓൾ ഗ്രോസ് എ കമ്മ്യൂണിറ്റി ഇത്. അപ്പം ഞാൻ വന്നാൽ അവനും വലുതാവും. അങ്ങനെ നമ്മൾ അവനെ വലുതാക്കും നമ്മൾ. അങ്ങനത്തെ രീതിയിൽ നമ്മൾ മൈക്കിന്റെ കൾച്ചർ ഗ്രോ ചെയ്യുന്നു. സോ ദാറ്റ് വിൽ ബി മൈ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് വുഡ് ബി ചോട്ട. ചോട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ ദാറ്റ് ഇസ് ദ ഹാപ്പിനെസ് പ്ലേസ് ഇൻ മൈക്ക. ചോട്ട ഇസ് ലൈക്ക് ക്യാൻറ്റീൻ വിച്ച് ഇസ് റൺ ഇൻ മൈക്ക, ലൈക്ക് എക്സ്റ്റേണൽ ക്യാൻറ്റീൻ റൺ ഇൻ മൈക്ക. സോ മൈക്കയിലെ വാട്ട് എവർ ഗുഡ് തിങ്സ് ഹാപ്പൻ, ലൈക്ക് നമ്മളിപ്പോൾ ഒരു പറഞ്ഞാൽ ചില്ലയാണ്, വിൽ ഗോ ടു ചോട്ട, വിൽ ടോക്ക് ദർ ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ്, വിൽ ബൈ സംതിങ്, നമ്മൾ ചായ മേടിച്ച് കുടിക്കുന്നു, അവിടുന്ന് കുറെ നേരം സംസാരിക്കുന്നു. അതൊക്കെയാണ് മൈക്കേന്റെ ഒരു നമ്മുടെ ചിൽ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് ലൈക്ക് ലോട്ട് ഹാപ്പൻ ഇൻ ചോട്ട. ചില ഈവൻസിന്റെ ആക്ടിവേഷൻ ആയാലും അങ്ങനത്തെ ഒരു സംഭവം ഇറ്റ് ഹാപ്പൻ ചോട്ട. ചോട്ട ലൈക്ക് സ്പെഷ്യൽ പ്ലേസ് ഈച്ച് ആൻഡ് എവരി മൈക്കൻ സ്റ്റാർട്ട്. തുറക്കം PGP 1 തൊട്ട് ഇപ്പം PGP 30 ആയാലും 30th ബാച്ച്. ഈ 30th ബാച്ചിൽ ആരുടെ വെച്ചാലും ദേ വുഡ് സേ ദാറ്റ് ചോട്ട ഇസ് ദെയർ സ്പെഷ്യൽ പ്ലേസ്. മൂന്നാമത്തത് ഐ വുഡ് സേ ഫാസ്റ്റ് ആൻഡ് ഫ്രോസൺ. ഫാസ്റ്റ് ആൻഡ് ഫ്രോസൺ നമ്മൾ 2 ബീഗുകളുണ്ടെന്ന് പറയത്തില്ലേ, അവരുണ്ടായിരുന്നു. ദേ ആർ ദ ഹാർട്ട് ബീറ്റ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, സോ അത്രയധികം അവരുമായിട്ട് മൊത്തം മൈക്കൽസിന് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്തായാലും അഭിനന്ദ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് മൈക്ക. എസ്പെഷ്യലി ഇപ്പോൾ ഈ മൈക്കാറ്റിന് അപ്ലൈ ചെയ്യണോ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ആൾക്കാർ ഇരിക്കുന്ന ഒരു സമയത്ത് ഇത്രയധികം ഡീറ്റെയിൽസ് മൈക്കയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായതിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്പെയറിംഗ് യുവർ ടൈം, വാല്യുബിൾ ടൈം വിത്ത് us. I mean, it was great communicating with you. I mean, having a conversation with you because മൈക്കയെ കുറിച്ച് എനിക്കും പണ്ട് തൊട്ടേ കുറെ കൂടെ ഡെപ്തിൽ അറിയണം എന്ന് കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള കുറെ സാധനങ്ങൾ എന്തുകൊണ്ടാണ് ഈ മൈക്കൻ എഡ്ജ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ചേ ക്ലാരിറ്റി എനിക്ക് ഈ ഒരു കോൺവെർസേഷനിലൂടെ കിട്ടി. Anyway, thank you audience. So thanks for watching the video and I'll be soon coming up with more interesting videos. Stay tuned. Bye bye. Take care. Bye.